ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ പോകണം. കേസെടുത്ത് കോടതിയിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിലാക്കി കോടതി ചെല്ലുമ്പോൾ കോടതി നിരപരാധി എന്നും പറഞ്ഞു വിടും. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, തിരിച്ചു വരാൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ആരും കൊടുക്കണ്ടേ? ഇപ്പൊ ഒരു പരാതിക്കാരെ ഒപ്പിക്കാൻ ഇറങ്ങാൻ പോലീസ്. പരാതിക്കാരെ ഒപ്പിക്കാൻ വേണ്ടി അവരിപ്പോ നെട്ടോട്ട് ഓടുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊരു രേഖാമൂലം പരാതി ആരും കൊടുത്തിട്ടില്ല. ഇത് എവിടുന്നോ ശൂന്യത്തുനിന്ന് ഉണ്ടാക്കിയ ഒരു കടങ്കഥയായി സംഭവം യഥാർത്ഥത്തിൽ. അത് ബോധമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാ ഒരു ചാനലുകാർ പറഞ്ഞിട്ട് ഇവൻ തന്നെ ഇപ്പോ ഞാൻ പറയാ ഈ ആരോപണം ഉന്നയിച്ച വേറെ പേര് അവളാണ് മെയിൻ സംഭവം. അതെ, അത് തന്നെ. അത് ഈ കോൺഗ്രസിന്റെ സൈബർ എടുത്ത് നിൽക്കുന്നേ അവള് തന്നെ. അവളാണ്. അത് ഈ വിഷയം തുടങ്ങിയത് തന്നെ എനിക്ക് അതിന്റേതായ റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയ തെളിവെല്ലാം ഉണ്ട്. റോജയല്ല, അങ്ങനെ മറുനാടൻ എന്ന് പറഞ്ഞ താജ അലക്സ അങ്ങനെയായിട്ടും പറഞ്ഞിട്ട് താര അലക്സ് പേര്. അപ്പൊ ഇത് മറ്റേ ഈ CPM-ന്റെ ഒരു വലിയൊരു നേതാവുണ്ട്, പ്രേംനാഥ് എന്ന് പറഞ്ഞ ഒരാളായിട്ട് അത് കൂടെ നിൽക്കുന്ന മറ്റുള്ള സ്ത്രീകൾ തന്നെയാ പറഞ്ഞത്. ഈ പെണ്ണുങ്ങളെ ആ സംഘടനയിലുള്ള പെണ്ണുങ്ങളെ അത്രയും വിളിച്ചു കൂട്ടിയപ്പോ എവള് ഇത് അങ്ങോട്ട് ഇറക്കി വിട്ട് അവിടെ ഇങ്ങനെ ഫോൺ വന്ന് ചെയ്തു കൊടുത്ത്. അതുകൊണ്ട് അതിന്റെ സത്യം തെളിഞ്ഞപ്പോഴാണ് കൂടെ നിൽക്കുന്ന സൈബർ അടുത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ സ്ത്രീകളൊക്കെ മാറിയത്. അപ്പോ അവളെ പേരും ആണ് മെയിനായിട്ട് വെച്ചത്. അതെ, അവിടെ ഇത് കൂട്ടത്തിൽ തന്നെയാണല്ലോ ഈ വിഷയം തരും. ഈ പ്രശ്നം തന്നെ ആദ്യം തന്നെ വന്ന് ആ ടോപ്പിക്കിൽ തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു പ്രശ്നത്തിനാ ഇത്ര രൂക്ഷമാക്കി കൊണ്ടുവന്ന നമ്മളെ നേതാക്കന്മാരെ, വേറെ ആരുമല്ല. വേറെ ആരും ഇത് ചെയ്തത്? കാരണം നിങ്ങൾ ചിന്തിക്കുക, ഇത് ഒരു 1.5 മാസം മുമ്പ് തന്നെ ഈ ഇല്ലാ കഥ ഇങ്ങനെ TV-ക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ വന്നൊരു യുവനടിയ ഒരു സിനിമയിൽ അഭിനയിച്ചത് ഞാൻ ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ ഏതിൽ അഭിനയിച്ചെന്ന് അറിയില്ല. അപ്പൊ അത് പെട്ടെന്ന് വന്ന് പറയുന്നത്, ആ പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് തന്നെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുക. നിങ്ങൾ മനസ്സിലായി ഇത് ആർക്കും ഇത് മനസ്സിലായി. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഓരോ ദിവസം 2 സ്ത്രീകൾ അങ്ങോട്ട് വരിക. അപ്പൊ അത് പിന്നെ കഴിഞ്ഞ ആഗസ്റ്റ് 1 ഒരു ചാറ്റ് ചെയ്താ പറയാ ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ ഒരു പെണ്ണുണ്ടല്ലോ. അല്ല, അത് 3 വർഷമായ മറ്റേ പെണ്ണ് ആയി നല്ല ഫ്രണ്ട്ഷിപ്പാന്ന് പറയും. 22 ആഗസ്റ്റിൽ അപ്പോഴൊക്കെ. അപ്പൊ അവളെ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് അവളിപ്പോ മറ്റോള് പറഞ്ഞില്ലേ, അവളെ കൂടെ ഉണ്ടായിരുന്നവളും പറഞ്ഞു അത് ഈ കോൺഗ്രസ് സംഘടന ഉള്ളവള്. അവർ രണ്ടും ഒരു റൂമിലുള്ള സമയത്ത്. അത് മാത്രമല്ല, ഈ പരാതി പറഞ്ഞ 3 പെണ്ണുങ്ങൾക്കും വേറെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും അപമര്യാദ പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആളുകളെ ഇന്നേറക്കാന്ന് പറഞ്ഞാൽ അവരെ എല്ലാരും പോയി തിരക്കുമ്പോ അവരും പറയണത് നമുക്കറിയില്ല. അതെ, അതാണ് സംഭവം. പക്ഷെ അത് അവര് പറയട്ടെ, അതിലൊരു രസമുണ്ട് കേൾക്കാൻ. പക്ഷെ അത് ഏറ്റുപിടിച്ചിട്ട് നമ്മൾ ഈ കോൺഗ്രസിനകത്തേക്കുള്ള കുറെ വനിതാ മണികളല്ല മഹിള ചാടി ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുക, എന്നിട്ട് പുറത്താക്കണം വലത്താക്കണം. അത് മാത്രം ഈ പറയുന്ന ഈ സ്ത്രീകളുണ്ടല്ലോ കോൺഗ്രസിനകത്തുള്ള ഈ മഹിളാ ഹുഹള എന്നൊക്കെ പറഞ്ഞേ, 1 രൂപന്റെ നേട്ടം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് നാളെ ഇന്ന് വരെ ഇല്ല. നിങ്ങൾ നോക്കിയ ഈ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, എക്കാലവും നിങ്ങൾ നോക്കിക്കോ, എവിടെയെങ്കിലും ഒരു ആരോപണം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ എതിരാളികൾ ഉണ്ടാക്കുമ്പോൾ ചാടിയും ഇറങ്ങുക, എന്നിട്ട് രാജിവെക്കാൻ ഇവളങ്ങ് തിട്ടൂരം കൽപ്പിക്കുക. ഇവളെ കൊണ്ടൊന്നിക്ക് പാർട്ടിക്ക് ജയിച്ച് കയറാൻ പറ്റിയ ഒരുപാട് സീറ്റുകൾ കൊടുത്തു. അതായത് നമ്മളിപ്പം പറയാം, തിരുവനന്തപുരം മത്സരത്തിൽ കാസർഗോഡ് വരെയുള്ള പാർട്ടിന്റെ കുത്തക സീറ്റ് ഓരോ ഘട്ടത്തിലും കൊടുത്ത് അതെല്ലാം തോൽക്കുക. അവസാനം എത്താതെ ആ ബൈ ഇലക്ഷനിൽ എവിടെയാ ജയിച്ചത്? അത് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാർ പോയി അവിടെ പെറ്റി കിടന്ന് പ്രവർത്തിച്ച് പിന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു സഹതാപം തോന്നിയിട്ട് ഒന്ന് പോട്ടെ എന്ന് വെച്ചിട്ട് തൽക്കാലം അങ്ങ് വിജയിപ്പിച്ചതാ. അതേ സീറ്റ് പിന്നീട് വന്ന ഇലക്ഷനിൽ നോക്കുമ്പോൾ കെട്ടിവെച്ച കാശ് കിട്ടിയ വെച്ചോ. അങ്ങനെയുള്ള വളക്കെയാണ് ഈ പാർട്ടിന്റെ നേതാവെന്നും പറഞ്ഞ് നടക്കുന്നത്. എന്നിട്ടാണ് ഈ ജനകീയത ഉള്ള അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന യുവ നേതാക്കന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞേം കേട്ടിട്ട് ക്രീ എന്നാക്കി നിങ്ങൾ രംഗത്ത് വരുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ വലിയ ഇതുണ്ടെങ്കിൽ ഇപ്പം BJP-ന്റെ ഒരു എന്താ പറയാ സ്കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ആരോപണം വന്നല്ലോ. ഇപ്പൊ 48 മണിക്കൂർ കഴിഞ്ഞില്ലേ, ഒരക്ഷരം മിണ്ടി ഇവറ്റകൾ ആരെങ്കിലും പുറത്തോട്ട് വന്നാ പറഞ്ഞോ? ആർക്കും മിണ്ടണ്ടല്ലോ അല്ലേ? എന്നാൽ സ്വന്തം പാർട്ടിക്കകത്ത് നേരെ ഒരു കഥ കെട്ടി. അത് മാത്രമല്ല, ഇത് എത്ര അനുഭവം ഞങ്ങളെ പാർട്ടിക്ക് ഉണ്ടായി. അതെ, ഈ വിഷയമാണ്. അതാ പറയുന്നത്. അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി, ചോറുന്ന ബുദ്ധി ഇവറ്റകളെ മനസ്സിനകത്ത് വേണ്ടേ? അല്ലെങ്കിൽ ഒരു രേഖാമൂലം പരാതി കൊടുക്കട്ടെ, അങ്ങനെയെങ്കിലും പറ്റില്ല. ഇത് ആരോപിക്കുമ്പോൾ മുമ്പേ, അതായത് പണ്ടാരോ സിനിമയിൽ എന്നൊരു സിനിമയെ പറഞ്ഞിട്ടില്ല, ഇതാ ഞങ്ങൾ പുറപ്പെട്ടിന് വേണ്ടിക്ക് 1/2 മണിക്കൂർ മുമ്പേ പുറപ്പെടാം.
മാത്രമല്ല ഒരു സിനിമയില് പറഞ്ഞിട്ടില്ലേ, ഏതെങ്കിലും ഒരു നേതാവിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അലിഗേഷൻ കൊണ്ടാന്നാ മതി കൊണ്ടുവന്ന് തകർക്കുക. അപ്പൊ അത് മാത്രമല്ല, ഇത്തരം പിന്നെ വേറൊരു ചരിത്രം കൂടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ചരിത്ര സംഭവം. ഇങ്ങനെ ഒരു പീഡനം ആരോപണം നേരിട്ട് ഒരു നേതാവിന് ഇത്രമാത്രം പബ്ലിക്കിന്റെ പിന്തുണ കിട്ടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആദ്യമായിട്ട്. കാരണം എല്ലാവർക്കും അറിയത് ഈ പാർട്ടിക്ക് അപ്പുറത്ത് നിന്നിട്ട് സംഭാഷണം പുറത്തു വന്നപ്പോ പോയി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അറിയില്ല, അത് രൂപത്തിൽ ഉണ്ടാക്കിയത്. അത് പറയുന്നത് അതിന് ആദലില്ല, ആ ഗർഭത്തിന് ആളില്ല. അല്ല, അത് മാങ്കൂട്ടത്തിലോ അതിനെപ്പറ്റി ഒന്നും മിണ്ടണില്ല. മാക്കൂട്ടത്തിന് മിണ്ടണോ? മാക്കൂട്ടത്തിന്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എവിടെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ മാക്കൂട്ടം കുറെ വിഡ്ഢികളാകാൻ പറയും. നിങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ടോ? ആരും അങ്ങനെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 വർഷം മുമ്പ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അതേ ട്യൂണിൽ അതേ ശബ്ദത്തിൽ എന്തൊക്കെ വോയിസ് പ്രചരിച്ചിട്ടില്ലേ? അവസാനം അവരെന്താ അതിന്റെ പിറകെ പോയിട്ട് കണ്ടെത്തിയിട്ട് ആ പ്രതിനെ പിടിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലേ? അപ്പൊ അങ്ങനെയും പറയാലോ. അപ്പൊ മാക്കൂട്ടം കേസ് കൊടുത്തില്ല അങ്ങ് ന്യായീകരിക്കുന്ന കുറെ നാറികളുണ്ട്. മാക്കൂട്ടം പ്രതികരിക്കരുത് ഞാൻ പറയുന്നത്. മൗനം ചില ഘട്ടത്തിലുണ്ടല്ലോ ഏറ്റവും നല്ല അതിനുള്ള പ്രതിരോധം. അത് മൗനം എല്ലാറ്റിനും മൗനം ഭൂഷണമല്ല. ചില ഘട്ടത്തിൽ മൗനം നിൽക്കുന്നത് നല്ലതാ. ഇനിയിപ്പം കൃത്യമായിട്ട് തന്നെ ഇപ്പൊ രാഹുലിന്റെ ഭാഗത്ത് വരുന്ന വെച്ചാൽ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് കൃത്യമായിട്ട് പാലക്കാട് വലിയൊരു സമ്മേളനം അദ്ദേഹത്തിന് സ്വന്തം ചെലവിൽ തന്നെ വെച്ചിട്ട് അദ്ദേഹം അത് ചെയ്യും. അതിനൊന്നും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ പേടിച്ച് പിന്മാറുന്നൊന്നുമല്ല. പിന്നെ ഒരു മനുഷ്യനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുമ്പോ നമ്മളാരും അന്താളിച്ചു പോവും. വളർന്ന് പെട്ടെന്ന് വളർന്ന് ജനങ്ങള് അതായത് ഇപ്പൊ യുവ നേതൃത്വം ഈ പാർട്ടിക്കകത്തേക്ക് ഒരുപാട് ഉണ്ട് ഇപ്പൊ. അപ്പൊ അത് ഈ താപ്പാമാർക്ക് കണ്ടുകൂടാ, പാർട്ടിക്കകത്തുള്ള താപ്പാമാർക്ക് കണ്ടുകൂടാ. ഇതാണ് അതിന്റെ വിഷയം. ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി എന്താ? സമാന ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? എല്ലാവരും അടിമകളാ. ആ പറയുന്നത് വല്ല ലോജിക്കോ? അല്ലെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ ഒരു സ്ത്രീ വന്ന് പരാതി കൊടുത്തു, അത് രേഖാമൂലം അവര് പുറത്ത് മാധ്യമത്തോട് വന്ന് സംസാരിച്ച് ഇങ്ങനെ എന്നെ ട്രാപ്പ് ചെയ്ത്. ഓക്കെ, ഇതൊന്നുമില്ലല്ലോ. ഇതാരോ ഏതോ വഴിപോക്കൻ എവിടുന്നോ ഇല്ലാ കഥ ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയതിന്റെ പുറത്ത് പോയിട്ട് സംരക്ഷിക്കേണ്ട ആള് തന്നെ എന്താ പറയാ, ഓരോന്നും നിങ്ങൾ പറയല്ലേ. 100% നിങ്ങൾ പറഞ്ഞ കേട്ട കെ സുധാകരനാണെങ്കിൽ ഇങ്ങനെ കൊത്തിവലിക്കാൻ എതിരാളികൾ ഇട്ട് കൊടുക്കത്തില്ല. അത് ഉറപ്പാ. അതാണ് അവിടുത്തെ നമ്മൾ അതിന്റെ കുറവ് കണ്ട് സംരക്ഷിക്കുക. അത് അവർ ധാർമ്മികത. അതല്ലേ ചില ഘട്ടത്തിൽ നമ്മൾക്ക് CPM പോലുള്ള പാർട്ടികളെ അംഗീകരിക്കേണ്ടി വന്നു പോകുന്നത് എന്താണെന്നറിയാം. എന്ത് പ്രശ്നങ്ങളുണ്ടായി കൂട്ടത്തിൽ നിന്ന് അവരെ ചതിക്കൂല, കുതികാലി വെട്ടാൻ നടക്കൂല. അവര് ജീവൻ കൊടുത്ത് അവരെ സംരക്ഷിച്ചാണ് നിർത്തും. അതിന്റെ എത്ര തെളിവുകളുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് എതിരാളികൾ പറഞ്ഞതിനൊക്കെ അപ്പുറം ഈ ഇഷ്യൂ ഉണ്ടായി. ഒരു ദിവസം CPM BJP അനങ്ങിയിട്ടില്ല. മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരിയായി ഇങ്ങ് വരിക. ചത്ത് കിടക്കാൻ വേണ്ടി കട്ടിൽ കിടക്കുന്നവര് വരെ എഴുന്നേറ്റ് ഇങ്ങ് വന്നിട്ട് പുറത്താക്കണം അങ്ങ് പറയാ. പിന്നെ അവസാനം കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്നാ പത്തനംതിട്ടയിൽ പാർട്ടിനെ ഇല്ലാതാക്കിയ ഒരു വിദ്വാൻ വന്നൊരു അണ്ടിക്കളവ് ജനങ്ങൾ നേരിടും പോലും. ആ പറയുന്ന മനുഷ്യന്റെ പിന്നാമ്പുറ ചരിത്രം കഥകളും ആ മനുഷ്യൻ ഓർക്കണ്ടേ? അന്ന് ആ കിളിയൊരു വിഷയത്തിന്റെ പോലും ജനങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ ഇന്ന് അയാൾ പടായിട്ടുണ്ടാവൂലേ? ആ കുര്യൻ എന്തെന്നാ എന്റെ പേര്? പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്ത് എങ്ങനെയാണോ മുസ്ലിം ലീഗിന് അതേ ട്യൂണിലായിരുന്നു പത്തനംതിട്ട കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 4 MLA മുഴുവൻ ബാങ്കുകളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുഴുവനുള്ള ഒരു സ്ഥലം. അത് അവിടെ ഇന്ന് കോൺഗ്രസ് ഒന്നുമില്ല. പഞ്ചായത്തില്ല, ബാങ്കില്ല, മുനിസിപ്പാലിറ്റി ഇല്ല, MLA മനസ്സിലാക്കണം. അത് ആരെ കഴിവുകേടാ? എന്നിട്ട് അത്തരം ഒരു വേട്ടാവളിയന്മാർ വന്നിട്ട് പറയാ ജനങ്ങൾ കൈകാര്യം ചെയ്യണം. ഇവ തിട്ടൂരം കൽപ്പിക്കുക. ഇങ്ങ് വരട്ടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഉളുപ്പ് വേണം എനിക്കൊക്കെ പറയാൻ. 55 വയസ്സായില്ലേ? അല്ല, അത് അങ്ങനെ തന്നെ. പക്ഷെ ഇത് കാലം ഇതിന് കൃത്യമായിട്ട് സത്യം നൽകുക. ഇപ്പൊ ആ മൊട്ട ഏത് ഈ പൈങ്കിളി കഥ പറഞ്ഞ നാറിയുണ്ടല്ലോ, ആ നാറി മൊട്ട. ആ മൊട്ട ഇപ്പൊ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇന്ന് അവനിക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. സ്വന്തം മകളെ പ്രായമുള്ളവളെ ഇത് റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഇത് കാലം അങ്ങനെയല്ലേ? പണ്ടൊക്കെ ദൈവം പിന്നെ പറയും. ഇപ്പൊ അന്ന് സ്പോട്ടിലാ കൊടുക്കുന്നു. പിന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയാം, ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിന്റെ ഭാര്യ വരെ വന്ന് പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ ഇന്ന് വരെ സ്ത്രീയുടെ പേര് പോലും കേട്ടിട്ടില്ല. ഈ രാജ്യത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടന്നു. ഇവിടെ ഭർത്താവിന്
ഇവിടെ ഭർത്താവിന് നേരെയും ഇതേ ആരോപണം വന്നതല്ലേ, അത് ചിന്തിക്കണ്ടേ? അന്നൊക്കെ നമ്മളല്ലേ ഈ തൊണ്ടപൊട്ടി സംസാരിച്ചിട്ടും CPM വായിലെ തെറി കേട്ടിട്ടും പ്രതിരോധം തീർത്തത്? ആ ഒരു ബോധ്യ സ്ത്രീക്ക് ഉണ്ടാവണ്ടേ? കേട്ട മതി, കേൾക്കാതെ മതി. പിന്നെ ഇവർ പറഞ്ഞു സ്ത്രീകളുടെ വികാരം, സ്ത്രീകൾ അങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, ഇതേ ഒരു അമ്മയില്ലേ അപ്പുറം? ഈ മക്കളെ പോറ്റി വളർത്തിയ ഇവരെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചതാ. 4 വയസ്സിലായിട്ട് രാഹുലിന്റെ. ആ മക്കളെ പോറ്റി വളർത്തിയ ഒരു അമ്മന്റെ മാനസികാവസ്ഥ ഈ പറയുന്ന ഈ സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ ഇത്തരം ഒരു എന്താ അറം പറ്റിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ അവർ ചിന്തിക്കട്ടെ. ഇത് സത്യങ്ങളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടെ, നമ്മൾ ആരും വരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അത് ആരോപണത്തിന്റെ പുറത്ത് പോയിട്ട് ഇതുപോലെ നീചത്തരം വിളിച്ച് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്തുള്ളവര് പുറത്തുള്ളവർ പറഞ്ഞിട്ട് അതിന് നമുക്ക് പ്രതിരോധം തീർക്കാം, കുഴപ്പമില്ല. 21 അങ്ങനെ തോന്നുന്നു, അതും ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് മാത്രം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു, അവൻ നേരത്തെ വേറെ ആയാലും ഇപ്പൊ അവൻ സ്വന്തമായിട്ട് ചാനൽ ഉണ്ടാക്കിയതാ. അവൻ ആളുകളുടെ അഭിപ്രായങ്ങൾ ഇതില് ഇടും. ആളുകളുടെ പറയാം നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇടാൻ പറയും, വീഡിയോ കോളാ അല്ലെങ്കിൽ ഓഡിയോ ഏതായാലും അവൻ അത് ഇടുന്നുണ്ട്. ഞാൻ ഡെയിലി ആ ചാനൽ കേൾക്കുന്നുണ്ട്. 100 കണക്കിന് അമ്മമാരാ പറയുന്നത്, അങ്ങനെ കരഞ്ഞുകൊണ്ടാ പറയുന്നവര്. രാഹുൽ ആ ചെറുക്കൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിനകത്തും ഏകപക്ഷി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏകപക്ഷീയമായിട്ട് ഈ വായുവിനെ കൂടിയൊന്നും ഇത് സംഭവിക്കൂലോ. ഇത് 2-3 വർഷം 4-8 വർഷം സുഖിച്ചിട്ട് ഉണ്ടെങ്കിൽ അവർ ഇതില്ലാന്ന് എന്റെ വിശ്വാസം. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇനി ആയിക്കോട്ടെ, ഇതിലെന്താ തർക്കം? ഇതിനകത്ത് ഇതെന്താ ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവം? ഇവറ്റകളെ വർത്താനം കേട്ടാ വയ്ക്കും ലോകത്താദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാ. അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകണം, അല്ലെങ്കിൽ റാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണം. ഇതൊന്നുമില്ലല്ലോ. ഇനി അങ്ങനെ നടന്നാൽ തന്നെ അവരെ വ്യക്തി ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ അന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഈ മാക്കൂട്ടത്തിൽ വന്നിട്ടുമില്ല. കണക്ക് കൂട്ടിയാണെങ്കിൽ 6 വർഷങ്ങൾക്ക് മുമ്പുള്ള വിഷയങ്ങളായത്. ഇനി അങ്ങനെ ഈ പറയുന്ന പെണ്ണ് നല്ലൊരു പെണ്ണാണെങ്കിൽ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഒന്നിക്കൽ രാഹുലിന്റെ അമ്മ ഉണ്ടല്ലോ, അവർക്കൊരു കുടുംബം ഉണ്ടല്ലോ, വീടുണ്ടല്ലോ, അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയാ. എന്നിട്ട് സ്വീകരിക്കുന്നെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. രാജ്യത്ത് നിയമ വായിച്ചെന്തിനാ? കടല വറക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കോടതിയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ അവർക്കൊക്കെ കടല വറക്കലാ പണി. എന്നിട്ട് കുറെ എണ്ണം വന്നിട്ട് എനിക്ക് പരാതി വന്നിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ട് ഇവരൊക്കെ ആരാന്ന് ജഡ്ജിയാ, സുപ്രീം കോടതിയിലെ ജഡ്ജിയാ, വിധിക്കാൻ വേണ്ടി കുറെ വേട്ടാവളിയന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി വരാനുണ്ട്, KSUവിന്റെ അങ്ങനെ നടന്നിട്ടുണ്ട്. എന്നാ പിന്നെ കോടതിയും ഇതൊന്നും വേണ്ടല്ലോ. ഇത്രയും കാശും നഷ്ടപ്പെടുത്തി ഗവൺമെന്റിന് എത്ര ശമ്പളമൊക്കെ കൊടുത്ത് ഇവരൊക്കെ നിയമിക്കേണ്ട ആവശ്യം ഇതൊക്കെ ഇവരോടാവെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അരി ഭക്ഷണം കഴിക്കുന്ന ഏത് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാം ഇതിന്റെ പിന്നിൽ എന്താ നടന്നതെന്നും ഇതെന്താണ് ഗൂഢാലോചന എന്നും ഇവരെ തകർക്കാനുള്ള ഒറ്റ ഇതായിരുന്നു ആർക്കും ഇവിടെ അറിയാത്തത് ബോധമുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ കുറച്ച് ശണ്ഡീകരിച്ച് വെച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർ കുറച്ചെണ്ണം ഉണ്ട്. ഞങ്ങളില്ലെങ്കിൽ ഇതങ്ങ് ഒലിച്ചു പോയി കഴിഞ്ഞ് ഞങ്ങളാ ഇതിന്റെ ഒക്കെ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പാർട്ടി ഇക്കോളത്തിലാക്കി കൊണ്ടുവന്ന് അറിയോ? നമ്മൾ ചിന്തിക്കേണ്ട 2001 ഈ പറയുന്ന തെന്നല വളർച്ചപ്പഴ KPCC അധ്യക്ഷൻ അന്ന് അദ്ദേഹത്തെ മാറ്റുമ്പോൾ 65 സീറ്റ് കോൺഗ്രസിന് തനിച്ചുണ്ട്. മനസ്സിലാക്കുന്നത്, തനിച്ച് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള സീറ്റിന് വളരെ 6-7 സീറ്റേ കുറവുള്ളൂ. ആ പാർട്ടിനെയാണ് മുന്നിൽ നിന്ന് ഇവറ്റകൾ അവസാന ഗ്രൂപ്പും കാര്യം കൊണ്ട് 18 നിന്നിട്ടും പിന്നെയും പഠിക്കുന്നില്ല ഇവറ്റകള്. അസൂയ, എനിക്കില്ലെങ്കിൽ എനിക്കും വേണ്ട, ആ ചിന്തയാണ് ഇതിനകത്തുള്ളത്. ഒരു ലീഡർഷിപ്പിൽ അംഗീകരിക്കാൻ കഴിയില്ല ആർക്കും. ഗ്രൂപ്പ് എന്ന് ഇവറ്റകൾക്കെല്ലാം കിട്ടിയില്ലേ? ശരിയാണ്, ഒരു സാധാരണക്കാരൻ ഒന്നും കിട്ടാത്തവരായി ഇതൊക്കെ പറയുന്നതൊക്കെ നമുക്ക് അങ്ങനെയെങ്കിലും അംഗീകരിക്കാം. അതിന് കിട്ടാം. ഇത് കിട്ടിയവർ തന്നെ 10, 35, 40 വർഷങ്ങൾ പെറ്റ് കിടന്ന് MLA, MP, മന്ത്രിയും ആയ ഇവറ്റകളാണ് ഈ പരസ്പരം വീണ്ടും വീണ്ടും ഈ കുതികാല് വെട്ടാൻ നിൽക്കുന്നത്. അതിലാണ് നമുക്ക് അത്ഭുതം. അതേ സുഖം കിട്ടി. കാരണം 50 വയസ്സിന്റെ വേതന സംഹാരി വാങ്ങിച്ചു കുടിക്കണമെങ്കിൽ അതും ഇതിൽ എഴുതി എടുക്കാനോ? ഇത് തന്നെ. ഇനി പാർട്ടിക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം, എങ്കിലേ ഈ പാർട്ടി രക്ഷപ്പെടും. 1 പ്രാവശ്യം 2 പ്രാവശ്യം എത്ര വലിയ വമ്പനായാലും മത്സരിക്കാൻ അവസരം കൊടുക്കുക, പിന്നെ അങ്ങോട്ട് മാറ്റിക്കളയാ. ഇപ്പോഴത്തെ കുറെ എണ്ണത്തിന് ഇതിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ട കുറെ സ്ത്രീകളൊക്കെ ഉണ്ട്. ഈ ഷാനിമോൾ ഉസ്മാൻ, ഈ ബിന്ദു കൃഷ്ണ, ഇതൊക്കെ ഒരു കാര്യം അറിയേണ്ടല്ലോ. ഇങ്ങനെ അങ്ങ് പറയല്ലേ വന്നിട്ട്. ഇപ്പം പിന്നെ മിനിയാന്ന് ഞങ്ങളെ ഈ MP ഉണ്ടല്ലോ, ഇത് പാലക്കാട് MP ശ്രീകണ്ഠന് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച ആ പെണ്ണിന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു.
അത് റിയാലിറ്റി. അത് ഞങ്ങളിപ്പോ ഈ സോഷ്യൽ മീഡിയയിലായാലും ടി വിയിലായാലും ആ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ കാണില്ലേ, അത് സ്വാഭാവികമായിട്ട് ഒരു കേരളത്തിന്റെ ഒരു കൾച്ചറിന് യോജിച്ച ഡ്രസ്സല്ല. അതൊക്കെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഉള്ള ഡ്രസ്സല്ല. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ ചെയ്യില്ല. പക്ഷെ അതിനൊരു ഉദാഹരണം പറയുമ്പോഴേക്ക് ഇവൾ ഇന്ന് വന്നിട്ട് അത് സ്ത്രീ സമൂഹത്തെ മുഴുവൻ അങ്ങ് ആക്ഷേപിക്കുന്നു. അത് വലിക്കണം. ഇവളെന്താ രാജ്യത്തുള്ള മുഴുവൻ സ്ത്രീകളെ അട്ടിപ്പേറിട്ടെടുക്കുക ഇവക്ക് പണി? അതെയോ? വായകുട്ടി മിണ്ടാണ്ടിരുന്നാ പോരെ? ഇത് ജനങ്ങൾ കാണുന്നില്ലേ? ഇപ്പം അന്തസ്സുള്ള തറവാട്ടിലെ അമ്മമാർ തന്നെ ഈ നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ അടക്കം പറയുന്നുണ്ടല്ലോ അവരുടെ ഡ്രസ്സിന്റെ ഇതൊക്കെ പറ്റിയിട്ട്. എന്താ അതും നാട്ടിലുള്ള സ്ത്രീകളല്ലേ? പക്ഷെ അത് ധരിക്കാനും ഇതൊക്കെയുള്ള അവകാശം റൈറ്റൊക്കെ നമ്മുടെ രാജ്യം കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് തർക്കമില്ല, അവർ ചെയ്യട്ടെ. പക്ഷെ അങ്ങനെ ഒരു ഇല്ലാതെ മനുഷ്യരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കളവുകൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവശുദ്ധിയൊക്കെ ഞങ്ങളും പറഞ്ഞു. ഇതെന്താ ഇടിയാക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിക്കപ്പെട്ടവരാ ആണുങ്ങൾ? എന്ത് തമാത്രം സ്ത്രീകൾക്ക് ചെയ്യാനിട്ട് അതൊക്കെ അങ്ങ് കേട്ട് നിന്നോക്കണം, എന്നിട്ട് ഇരവാദം മുഴക്കുക. ഇതെന്താ ഇത്? നമുക്കൊരു സ്ഥാനം കിട്ടിയാൽ ആ സ്ഥാനത്തിന് എങ്ങനെ മാനേജ്മെന്റ് ചെയ്യണമല്ലോ, അതിനെങ്ങനെ ഒരു പാർട്ടിയോട് കൂറ് പുലർത്തും, അത് ചിന്തിക്കണ്ടേ? മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് പിന്നെ ഉമാ തോമസ്, നമ്മളെ പി ടി തോമസിന്റെ ഭാര്യ, പറഞ്ഞോട്ടെ അഭിപ്രായം. പക്ഷെ ആ സ്ത്രീയൊക്കെ പറഞ്ഞു വെച്ച അത് ഈ ലോകം ഉള്ള കാലത്തോളം അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കൂലേ? ഇന്ന് ഏതാ ലോകം? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയുമ്പോൾ പാർട്ടിക്ക് മൊത്തം പ്രശ്നങ്ങളല്ലേ വരുന്നത്? ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പാർട്ടിയല്ലേ കോൺഗ്രസ്? നമ്മൾ ചിന്തിക്കേണ്ട. എല്ലില്ലാത്ത നാവുകൊണ്ട് എനിക്ക് എന്തും പറയാം. എന്താ പറഞ്ഞു നോക്കെ, എന്റെ കൂട്ടില് പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇനി എങ്ങനെ പാർട്ടി എവിടെ എത്തിയ വാക്കൊക്കെ ബോധയില്ല ഇവറ്റകൾക്ക്. ഇവറ്റകൾ മാത്രം എല്ലാം ആകാശത്തിന് കീഴെ നടക്കുന്ന വസ്തുത നമുക്ക് മാത്രമേ അറിയും. നമ്മളവിടെ മുഴുവൻ അങ്ങ് സംരക്ഷിക്കുന്നത് എന്ന ചിന്താഗതി ഉണ്ടായിപ്പോയി. ഒരു മനുഷ്യൻ, ഞാൻ ചോദിക്കുന്ന ഒരു രാജ്യത്ത് വലിയ ക്രിമിനൽ കുറ്റം ചെയ്തവനിക്ക് കിട്ടേണ്ട ഒരു നീതിയുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ നീതി നമ്മുടെ പാർട്ടി അവനിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കും ഓരോരാളും. അപ്പം മനസ്സിലാവും അനുഭവിക്കുന്നവന്റെ വേദനകൾ. എന്നാൽ ഈ പറഞ്ഞ പെണ്ണുങ്ങൾക്കോ സ്ത്രീകൾക്കോ എന്തെങ്കിലും ഒരു അലിഗേഷൻ ഉണ്ടാകുക, അവർക്ക് പ്രശ്നമില്ല. ഇന്നിപ്പോ ആ പെണ്ണിനോട് എന്തൊരു മാധ്യമങ്ങൾ ഇന്റർവ്യൂ ചോദിക്കാൻ പറയാം, ഇപ്പൊ ഓണയല്ല, ഇപ്പൊ അതിനെപ്പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ ആരെയെങ്കിലും പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ മാധ്യമപ്രവർത്തകർ തിരിച്ചാ സ്ത്രീയെ ചോദിക്കുന്നത്. അത് കറക്റ്റല്ലേ സ്ത്രീ പറഞ്ഞത്? പേര് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? പിന്നെ ഇതൊക്കെ ആരാ ഊഹിച്ചിട്ട് രാഹുലിന്റെ മേലിലേക്ക് കൊണ്ടുവച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ആൾക്കാരാ. അതിന് ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല. അത് ചിന്തിച്ചാൽ മതി, അവരുടെ തലച്ചോറ് പണയപ്പെടുത്താതെ. ഇത് നേതാക്കന്മാർ പറയുന്നത് തേച്ചും കൂടുതൽ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങുന്നതാരാ? ഈ അന്തം കമ്മികളും ഈ സംഘപരിവാറും. അവർക്ക് എന്താ ഒരു കേഡർ സിസ്റ്റം ഉണ്ട്, അവർക്ക് അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, തെറ്റും ശരിയും പറയാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് ഉണ്ട്. ആ റൈറ്റ് വെച്ച് ഞങ്ങൾ പറയുമ്പോൾ കുറെ ഭക്തന്മാർ വന്നിട്ട് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അങ്ങ് മെഴുകുക. അതിന്റെ ആവശ്യം എന്നാ? ഇപ്പം ഇവരൊക്കെ ഞാൻ എല്ലാ ഘട്ടത്തിലും ഇതിനെ എതിർക്കുമ്പോൾ ഇവരൊക്കെ വിചാരം എന്റെ മംഗള ഭർത്താവായി ഇവരെ ആരെങ്കിലും, അല്ലെങ്കിൽ ഇവരൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്കെന്തോ നേട്ടമുണ്ടെന്നാ. ഞാൻ എന്റെ ലൈഫിൽ ഇന്ന് വരെ ഇവർ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരു നിരപരാധിയാക്കപ്പെട്ട ഒരാളെ ഇങ്ങനെ ക്രൂശിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അതല്ലേ ഇപ്പൊ മൊട്ടക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് കേട്ടാ. ഏത്? അപ്പൊ മൊട്ട വലിയാൻ നോക്കുക, ഓനെ വലിയാൻ ഏടാ വിടുകാന്? ഓനെ കൊണ്ട് ഇതിനൊക്കെ മറുപടി പറയിപ്പിക്കാൻ നമ്മൾ അങ്ങ് അടങ്ങുമോ? നാളെ ആവട്ടെ, കൂടുതൽ ഡീറ്റെയിൽ പുറത്തു വരട്ടെ. ഓനൊക്കെ ഒരു മാധ്യമ ചാനൽ തുറന്നു വെച്ചിട്ട് എന്ത് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എന്തായാലും എന്ത് പുലിയാട്ടും വിളിച്ചു പറയാന്നുള്ള ചിന്തയോ എനിക്കൊക്കെ. ഒരു ചാനലും ഒരു മൈക്കും കയ്യിലുണ്ടെങ്കിൽ ചെമ്മാടിത്തരല്ലേ ഇതൊക്കെ. ഇത്ര ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു സ്റ്റേറ്റ് ഇന്ത്യ രാജ്യത്തില്ല. ഇന്ത്യ രാജ്യത്ത് മറ്റവന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന വലിയ സാക്ഷരതയിൽ 1-ാം നമ്പർ അത് കൊടച്ചക്രാന്നൊക്കെ അങ്ങ് പറഞ്ഞു വെക്കും വെറുതെ, സ്വയം പ്രഖ്യാപിത രാജാവായാൻ വേണ്ടി.
നിങ്ങൾ നോക്കിയ രാജ്യത്ത് എത്ര സ്റ്റേറ്റ് ഉണ്ട് മറ്റത്? എവിടെയെങ്കിലും ഉണ്ടോ ഇത്തരം ഒരു അലിഗേഷൻ? ഉണ്ടോ? അവർക്ക് അവരുടേതായ തൊഴിലാ. ഇവിടെ അതല്ല. ഇവിടെ ഒരു ജോലിയും കൂലിയില്ലാതെ കുറെ എണ്ണം ചായപ്പൊടിയൊക്കെ കയറി അങ്ങ് ഇരിക്കും. എന്നിട്ട് മറ്റവന്റെ വീട്ടിലെ അടുക്കളയിൽ എന്താ നടക്കുന്നത് അത് നോക്കുക. എന്നിട്ട് അതിങ്ങനെ പറയാ, പൊക്കെ പിടിക്കുക. എന്നിട്ട് പറയും ഞങ്ങൾ വലിയ അങ്ങ് സ്വയം പര്യാപ്ത, വലിയ വിദ്യാഭ്യാസം, വലിയ സാംസ്കാരികം, നമ്പർ 1. ഉളുപ്പ് എന്ന് പറയുന്നില്ല, അത് കുറെ എണ്ണം ഉണ്ട്. ഇപ്പൊ നമുക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, കാര്യങ്ങളുണ്ട്. അത് ആ പൊളിറ്റിക്കൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഒരാളെ വ്യക്തിഹത്യ നടത്താനോ അല്ലെങ്കിൽ മറ്റൊരാളെ തേജോവധി ചെയ്യണമെന്നോ നമുക്ക് അതിന്റെ എന്താ നേട്ടം? അതിന്റെ കൊണ്ട് എന്താ ആവശ്യമോ? ആരെങ്കിലും എന്തെങ്കിലും സ്ഥാനത്ത് നിന്ന് എത്തട്ടെ, അവർ നേടട്ടെ. അത് രാജ്യത്തിനോ സമൂഹത്തിനോ ഉപകരിക്കുന്നെങ്കിൽ അത് വേണ്ട പോലെ നമ്മൾ ഉപകാരപ്പെടുത്തുക. അങ്ങനെയല്ലേ വേണ്ടത്? ആ ഇതാവില്ല. പിന്നെ കുറെ എണ്ണം പൊട്ടിയിട്ടിട്ടിങ്ങ് വരും എന്തെങ്കിലും പറഞ്ഞു. കാരണം എന്താ? ചാനലിൽ ആളാവണം, എന്റെ വലിയ പേരെടുക്കണം. മനസ്സിലായ? എന്നിട്ട് അതൊക്കെ സ്റ്റേറ്റിനകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്ക് അപമാനമാക്കി വെക്കുമ്പോൾ അതിനെയും പിന്തുണക്കാൻ വേണ്ടി ക്രീ എന്നും പറഞ്ഞിട്ട് കുറെ ഇങ്ങ് വരും. സ്വയം പ്രഖ്യാപിത രാജാവായിട്ട്. എന്താ പാർട്ടിക്ക് നേട്ടമുണ്ടോ? അതില്ല. എന്നാ മറ്റെന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. ഞാനിങ്ങനെ ഇന്നലെ മുതൽ ആലോചിച്ച് ഈ സ്ത്രീനെ കൊണ്ടൊക്കെ പാർട്ടിക്ക് എന്ത് നേട്ടമായിട്ടായിട്ടുള്ളത്? ഒന്നിക്ക് മഹിളകളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തില്ല. ഇവറ്റകൾ ഈ പാർട്ടിന്റെ പേരും പറഞ്ഞ് നേതൃസ്ഥാനത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ മറ്റേലോ പിന്നെ ജോലിയും വാങ്ങിച്ചിട്ട് ശമ്പളവും മേടിച്ചിട്ട് അത് തിന്നിട്ട് എല്ലിക്കുത്തുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്തുള്ള ആൾക്കെതിരെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾ നോക്കി, കൃഷ്ണ എന്ന BJPന്റെ ഈ കോർ കമ്മിറ്റിക്കെതിരെ വന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞ് ഒരുത്തന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. എന്താ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അണ്ണാക്കിൽ മറ്റ വെച്ച് കയറ്റിയ, അടിച്ചു കയറ്റി കൊടുത്ത ആപ്പ് കയറ്റിയ. ഈ ആവേശം കാലത്ത് ഈ രാഹുൽ മാക്കൂട്ടത്തിന് രാവിലെ കുളിച്ച് എഴുന്നേറ്റിടോ സാരി കൊടുക്കുന്ന കുറെ എണ്ണം മറ്റേ ലിഫ്റ്റിക് കൂട്ടി വരുന്നു, കുറെ എണ്ണം മറ്റേ ആണുങ്ങൾ പൗഡർ ഇട്ട് വരുന്നു. എന്നിട്ട് വാദ്യത്തിന്റെ മുമ്പിൽ അവനെ പുറത്താക്കൂ. എന്തായത്? അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്. ഞാൻ സത്യത്തിൽ അതാകൊണ്ട് പറയുന്നു. पैसा दे दिया है? कितना हुआ? केस नहीं है कोई? केस नहीं था। ഇത്ര വൃത്തികെട്ടവന്മാർ. ഇന്നിപ്പം ഞാൻ നോക്കുമ്പോണ്ടല്ലോ, തമിഴ്നാട്ടിൽ നിന്ന് കുശുബു ഈ വിഷയം ഏറ്റെടുത്തിട്ട് അവിടെ പ്രസംഗിക്കുന്ന കേട്ടോ നിങ്ങൾ. ആരാ പറയുന്നത്? ഉളുപ്പില്ലാതെ. ഇന്നിപ്പം മധുരയിൽ ഈ സംഘീന്റെ ഒരു നേതാവ്, ഈ പറയുന്ന കുശുബുവിന്റെ ഒരു നേതാവ് 9 വയസ്സുള്ള ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അവിടെ. മനസ്സിലാക്കണോ? എന്നിട്ട് അത് പറയാതാന്ന് ഇങ്ങ് കേരളത്തിലങ്ങാറ്റം നടക്കുന്ന വിഷയം കൊണ്ടുപോയിട്ട് ഒരാളെ പ്രസംഗിക്കുക. കോൺഗ്രസിന്റെ ഉപ്പും ചോറും നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന് രാഷ്ട്രീയം പഠിച്ചിട്ട് സംഘിയിലേക്ക് പോയിട്ട് ഓളിപ്പോ രാഹുലിനെ 2 രാഹുലിനെ നന്നാക്കാൻ നടക്കുക. ഓളാക്കാരൻ വലിയ വന്നിട്ട് ഇങ്ങനെ നന്നാക്കാൻ ഇങ്ങായ. कष्टम। अरे जो चाय बना के बेचता है उसको बात कर रहे हैं। कोई दुकान वाला चाय बना के नहीं बेचता? दुकान में चाय बना के बेचता है ना। नौशाद है हाई नौशाद है। हाँ वो मैं बोला बकाले में है, अभी बकाले में मिलेगा। वो बना के देता है। ഇനിയിപ്പോ ഇതൊക്കെ കണ്ടിട്ട് ഞാനെന്തോ വീരലാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇതൊരു ടൈലർ ഷോപ്പിൽ, നമ്മുടെ സുഹൃത്തിന്റെ ടൈലർ ഷോപ്പിൽ ഇരിക്കുകയാണ്. ഓക്കെ. अरे पतूरा में वो पाकिस्तानी की दुकान है। इधर अच्छा, ये अच्छा वाला है। अच्छा मिट्टी में आता है, जल्दी हो रही है, उधर भी हो रही है। देखते हैं ഒരു വല്ലാത്തൊരവസ്ഥയാണ്. സത്യത്തിൽ ചില സമയത്ത് കാണുന്നില്ല അങ്ങനെ പ്രശ്നം. പക്ഷെ ഇന്നിപ്പം കുറേ സമാധാനമായി. കാരണം എന്താ, മൊട്ടന്റെ പേരിലൊരു ആരോപണം വന്നപ്പോഴേ ദൈവം ഭയങ്കര ശക്തിയാട്ടാ. ഞാൻ അന്നത്തെ ആദ്യത്തെ ഈ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് കാലവും ചരിത്രവും കൃത്യമായിട്ടുള്ള മറുപടി പറയും, ഒരു തർക്കവും വേണ്ട. അതിൻ്റെതാ ഇന്ന് മൊട്ടന്റെ വന്നല്ലോ. പക്ഷെ അത് പൊക്കിക്കൊണ്ടുവരാൻ നമ്മളെ ബമ്പന്മാർക്ക് കഴിയില്ല. നമ്മളെ ബമ്പന്മാർ ഇപ്പൊ ആരെങ്കിലും മുൻപി എന്തൊക്കെ പറഞ്ഞ ഉദാഹരണം പറയാ.
ഇപ്പൊ ജാമ്യത്തിൽ നടക്കുകയാണ്. അവൻ ഒരു പുണ്ണാക്കം ചെയ്തിട്ടില്ല, ഇല്ല, അവനൊന്നും ചെയ്യാൻ വേണ്ട, ഒന്നും ചെയ്യും വേണ്ട. അപ്പോൾ കോൺഗ്രസ് ഒരു ദിവസം അങ്ങോട്ട് ഹാ പോകുന്നൊക്കെ ആക്കിയതല്ല. അത്രയേ ഉള്ളൂ. ഇനി അതും വേണ്ട. പാലക്കാട് 2 കുഞ്ഞുങ്ങളെ കൊന്ന് കെട്ടി തൂക്കി, അവർക്ക് ജാമ്യം കിട്ടി. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരു ദിവസം ആ ബിന്ദു കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു സമരം കുറച്ച് മെഴുതിയെല്ലാം കത്തിച്ച് തുള്ളുന്നാണ്ട്. അത് കുറച്ച് കുണ്ടിക്കടിയും മേടിച്ച്, ആ പാവങ്ങളെ കുറച്ച് പ്രവർത്തകർ കുണ്ടിക്കടിയും മേടിച്ച് വേണ്ടി പോലെ അവർ ആ കേസ് ഉണ്ടാക്കി അവർ പോയി. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടായോ, എന്തെങ്കിലും ചെയ്തോ? പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ 10 കൊല്ലെങ്കിലും അവർ ലൈവിൽ അങ്ങ് നിർത്തും. അതാണ് അവരെ കഴിവ്. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഇപ്പൊ ഈ രാഹുലും ആക്കൂട്ടത്തിന്റെ വിഷയത്തിന്റെ പോലും ഷാഫിനെയും പോലും ടാർഗറ്റ് ചെയ്താ പോകുന്നത്. എത്ര ദിവസമായി നിങ്ങൾ നോക്കറ നിങ്ങൾ. എന്നിട്ട് ഇനി ആ ഷാഫിനെ വഴിതടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല തലമുതിർന്ന നേതാക്കന്മാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സമയം വരെ. നിങ്ങൾ കണ്ടില്ല? ഞാൻ എല്ലാ മാധ്യമങ്ങളും നോക്കി, ആരും ഒന്നും പറഞ്ഞ കേട്ടിട്ടില്ല. പക്ഷെ ഷാഫിക്കെല്ലാം ജനങ്ങളുണ്ട്, ജനങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി. ഈ രാഹുലിനായാലും ഷാഫിക്കായാലും ജനങ്ങളുണ്ട്. അതന്നെ പാർട്ടിന്ന് ഒറ്റപ്പെടുത്തിയ സ്പോട്ടിൽ തന്നെ. അതാ ഞാൻ പറഞ്ഞല്ലോ, അതാ വിഷയം വന്ന്. അല്ലെങ്കിൽ കൃത്യമായിട്ടും വരും, പറയാണ്ടിരിക്കാത്തൊന്നുമില്ല. പക്ഷെ പറഞ്ഞല്ലോ, ഈ പെണ്ണ് വന്നിട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഈ അച്ഛനും മോളായിട്ട് കളിച്ചിട്ടുണ്ടല്ലോ. അത് ഈ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെയല്ലേ സ്റ്റേറ്റ്മെന്റ് വന്ന പ്രതിപക്ഷ നേതാവിന്റെ. അങ്ങ് നടപടിയെടുക്കും, അങ്ങ് നടപടിയെടുക്കും എന്നും പറഞ്ഞിട്ട്. ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ, വസ്തുത ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കട്ടെ എന്താ ഇതൊന്നും ചോദിക്കാണ്ട് അങ്ങ് പ്രഖ്യാപിക്കല്ലേ സ്വയം. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ പാർട്ടി വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നത്. അതിന്റെ വിധാന സർട്ടിഫിക്കറ്റ് എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെന്താ, എന്തിനാണ് സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം? എന്തിനാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം? അത് സസ്പെൻഡ് ചെയ്തത് ആരാന്നറിയോ? ഏതെങ്കിലും കോട്ടയിൽ സ്ഥാനങ്ങൾ നേടിയവനാണ്. ഈ ജനാധിപത്യത്തിലെ കൂടി തെരഞ്ഞെടുത്ത ഇലക്ഷനിൽ 19,000 വോട്ടിന് വിജയിച്ചവനോട് രാജി ആവശ്യപ്പെടുന്നത് കേട്ടുകേൾവിയുണ്ട് എവിടെയെങ്കിലും? അതും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് രേഖാമൂലം എന്താ പറയുക പരിക്ക് പറ്റിയല്ലെങ്കിൽ അങ്ങനെ പ്രതിയാക്കപ്പെട്ട അത് വന്ന് പരാതി കൊടുത്ത് ഏതെങ്കിലും ഓക്കെ നിങ്ങൾ ചെയ്യോ. ഇതിന്റെ അനുഭവങ്ങൾ എത്ര നമ്മളെ മുമ്പിലുണ്ട്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടി, എൽദോസ് കുന്നപ്പള്ളിയെ വേട്ടയാടി, അതിനുശേഷം പിന്നെ ഈ പറയുന്ന വിൻസെന്റിനെ വേട്ടയാടി. ഇതൊക്കെ നമ്മളെ മുമ്പിൽ ഒരു പാളയങ്ങ് കിടക്കുകയല്ലേ. ഈ തിരിച്ചറിവുണ്ടാവണ്ടേ വിറ്റകൾക്ക്? പക്ഷെ ഞാൻ ഇപ്പോഴും നമ്മളൊരു ദൈവവിശ്വാസിയാ, വിശ്വസിക്കുന്നുണ്ട്. ഈ രാഹുലിനെ വേട്ടയാടി ഓരോന്നിനും കാലം കണക്ക് ചോദിക്കും. അത് എത്ര വലിയവനായാലും ശരി. ഇപ്പൊ മൊട്ടക്കിന്ന് കിട്ടി, ഇതുപോലെ ഇതിന്റെ പിറകില് വരും. അതാ ഞാൻ പറഞ്ഞത്, നാളുകളിൽ ഇവർക്ക് ഇത്തരം ആരോപണങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ഉടയോട് പ്രാർത്ഥിക്കാം. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ എനിക്ക് അത് ആരോപണം വന്ന് ഈ ചെങ്ങായിന്റെ മുഖഭാവം കണ്ടപ്പോഴുണ്ട് ഞാൻ സത്യത്തിൽ കരഞ്ഞു പോയതാ. അതായത് ആരുമില്ല, ഒറ്റക്കൊരു മനുഷ്യന്റെ ആ അവസ്ഥ ചിന്തിച്ചു നോക്കിയ നിങ്ങൾ. മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ഈ ചെങ്ങായിനോട് എന്താ പറയുക. ഈ ചെങ്ങായി ഷോക്കിലായിട്ടുള്ള പെട്ടെന്ന്. അപ്പൊ കൂടെ നിൽക്കുന്ന കണ്ടവർ ഒരാൾ പോലും ഇല്ലല്ലോ. പിന്നെ മണിക്കൂർ കഴിയുമ്പോഴേക്കും വഴിക്ക് വരികയല്ലേ. ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് അത്ഭുതം തോന്നിയത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിന്റെ ഭാര്യ വന്നിട്ടൊരു പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ എന്തൊക്കെ വിഷയങ്ങൾ ഈ രാജ്യം മുഴുവൻ നടന്നു ഇല്ലേ. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് ഉത്തർപ്രദേശിലൊക്കെ എത്രയോ പെൺകുട്ടികളെ ബലാത്സംഗം, ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ട് അതിനെ കത്തിച്ചിട്ട് അതിന്റെ ശവത്തിന്റെ ഒരു അംശം പോലും ആ കുടുംബത്തിന് പോലും കൊടുക്കാത്ത കൊടും ഇത് ചെയ്തതിന് പോലും ഒരു പോസ്റ്റ് ഇടാൻ ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അന്ന് രാഹുൽ ഗാന്ധിയാണ് അവിടത്തേക്ക് പോയത്. അന്ന് തടഞ്ഞൊക്കെ ഞങ്ങൾ കണ്ടല്ലേ ഉത്തർപ്രദേശിൽ ഇല്ലേ. പിന്നെ കർഷക സമരത്തിന്റെ അന്ന് കർഷകന്മാരെ BJPന്റെ എംപിന്റെ മകന്റെ വണ്ടി വന്നിട്ട് 4 പേരെ വണ്ടി കയറ്റിക്കൊന്നു. അന്നൊരു വരി പോസ്റ്റ് ഇട്ടോ ഇവരാരെങ്കിലും ഇട്ടോ? എന്നിട്ട് ഇപ്പം രാഹുലും ആ കൂട്ടത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അലിഗേഷൻ എവിടുന്നോ വന്നപ്പോ ഉടനെ വന്നിട്ട് അങ്ങ് പോസ്റ്റ് ഇട്ടിട്ട് ആളാവാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനൊക്കെ അർത്ഥം എന്താ? ഒന്നുമില്ലെങ്കിൽ ഈ പാർട്ടിന്റെ ഉപ്പും ചോറും തിന്നുക എന്നുള്ള കാര്യം വേണ്ടേ? എവിടെയോ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഇവരൊക്കെ ലോകം അറിയപ്പെടുന്ന നേതാവാക്കി മാറ്റിയതും ഈ പറയുന്ന പാവങ്ങളും പട്ടിണി പാവങ്ങളും ഈ സാധാരണ പ്രവർത്തകരും അല്ലേ. ആ നന്ദി കാണിക്കണ്ടേ? അത് കാണിച്ചോ ഇവര്? എന്നിട്ട് അതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ കാരണം സ്ഥാനങ്ങൾ വേണം. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാ. നമ്മൾ ഈ പാർട്ടിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ടീമുകാ. അങ്ങോട്ട് മെമ്പർഷിപ്പ് എടുക്കുമ്പോയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും 1 റിയാൽ അല്ലെങ്കിൽ 1 റിയാൽ അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇന്ത്യന്റെ ഒരു കാലണ ഇങ്ങോട്ട് ഈ പാർട്ടിക്കകത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു ചരിത്രം നമുക്കില്ല. പിന്നെ നമുക്കെതിരെ ആരും ഭയപ്പെടണോ?
നമുക്കെന്തിനാ അടിമത്തം സ്വീകരിക്കണം? എന്തെല്ലാം വിഷയങ്ങൾ. ഇനി സ്റ്റേറ്റിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുള്ള വെള്ളക്കരം കൂട്ടി, പെട്രോൾ ഡീസലിന്റെ പൈസ കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, നികുതി പണം കൂട്ടി. ഇപ്പം ഒരു അഴിമതി നടക്കുന്നുണ്ട്. അതിനെ മറച്ചു വെക്കാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്തോ വന്ധീകരിക്കുന്ന നായന്റെ ഒരു മരുന്ന് കൊണ്ടെടുത്തിട്ട് എത്ര 400 കോടി അങ്ങനെയാറ്റാ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പിൽ ഈ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മകന്റെ ഒരു കത്ത് എല്ലാം മൂടിപ്പോയില്ലേ? അങ്ങനെ വന്ധീകരിക്കാൻ വേണ്ടി നായ്ക്കളെ. അപ്പൊ ഇതൊക്കെ അങ്ങ് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്തു വെക്കുന്നത്. അപ്പൊ അതിന്റെ പിറകെ ഞങ്ങളെ കുറെ എണ്ണം എഴുന്നേറ്റിങ് വന്നിട്ട് അല്ല എത്ര ഭംഗിയിൽ ഈ വിഷയം അവതരിപ്പിക്കാം. അത് വരാണ്ടിക്കലാണല്ലോ ഇവരെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ ഇവർ ഓരോ നേതാക്കന്മാരെ വെറുതെ പോയിട്ട് അവരെ സമരം ചെയ്തിട്ടും അവരെ മുദ്രാവാക്യം വിളിച്ചിട്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ ചർച്ച മുഴുവൻ അങ്ങോട്ട് പോണോ? അതിന് ഈ ഞങ്ങളെ നേതാക്കന്മാർ അങ്ങ് പെടുന്നിയൊന്നല്ല, മന്ദബുദ്ധിയൊന്നുമല്ലല്ലോ, മന്ദബുദ്ധികളൊന്നുമല്ല ഇവറ്റകള്. നല്ല മക്കളെ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണല്ലോ പേറ്റ് കിടക്കുന്നത്. അങ്ങ് മാറിയിരിക്കുന്നു പറയുമ്പോൾ പറയുന്നത് വയസ്സായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ മാറിയിരിക്കാനാ, ഞാൻ ഈ പാർട്ടിക്ക് സംഭാവന ചെയ്തിട്ടില്ല. എന്തോ ഉണ്ടാക്കിയ സമരം കോൺഗ്രസിന്റെ നല്ല കാലത്ത് ആരും പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുന്ന കാലഘട്ടത്തിൽ ഇവറ്റകൾ കയറി അങ്ങ് അടയിരുന്നു. ഇപ്പം കോൺഗ്രസ് പാർട്ടി ഒരു പ്രതിസന്ധിയിൽ പോവുക, ഒരു പ്രയാസത്തിൽ പോവുക. അപ്പം പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുക. എന്നിട്ട് പറയും ഞങ്ങൾ വലിയ സംഭാവന അങ്ങ് ചെയ്തു. ഇത് ഉറക്കിയ ചെയ്തതിന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. കോൺഗ്രസിന്റെ നല്ല കാലത്ത് ഇവറ്റകളൊന്നും പണിയെടുക്കാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവർ നിർത്തിക്കൊണ്ട ജയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഐറ്റികളൊക്കെ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളങ്ങ് വളർത്തി, ഞങ്ങളങ്ങ് ഉണ്ടാക്കി. ആരും LKG കുട്ടികളെ വിളിച്ച് പറയട്ടെ, ഇവറ്റകൾ ബോധം വിവരമുള്ളവരോട് പറഞ്ഞാലൊന്നും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിനൊന്ന് അഡ്രസ് ചെയ്തിട്ട് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങുക. അതിനാർക്കും ഗൗരിക്കാൻ ഇതില്ല. ഒരു ഇത്തിരി തലക്കകത്തോളം ഉണ്ടെങ്കിൽ, ഈ പാർട്ടി കൊടുക്കുന്ന ആ ഇത് വാങ്ങിച്ചിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സപ്പോർട്ട് ചെയ്യണ്ടേ? ആ മനുഷ്യൻ ഇത്ര ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ അത് വെച്ചിട്ടെങ്കിലും സ്വന്തം പാർട്ടിക്കാരൊക്കെ ചേർത്ത് നിർത്തി ഒറ്റക്കെട്ടായി ഉണ്ടാവാൻ ശ്രമിക്കണ്ടേ? ചില സമയങ്ങൾ ഓർത്തു എന്തിനായി 2 എണ്ണം വെറുതെ കഷ്ടപ്പെടേണ്ട ആവശ്യം രാഹുലും പ്രിയങ്കി അവരവരെ വഴിക്ക് നോക്കി അങ്ങ് പോയാൽ പോലെ. ഉള്ളവരെ മറ്റൊരു സ്വന്തം ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെ നമ്മളെപ്പോഴൊക്കെ ജീവിക്കാൻ വേണ്ടി അവറ്റകൾ പോരാട്ടം നടത്തുന്നത്. എന്നിട്ട് ഇവറ്റകൾ ഇവിടെ പിന്നെ അതിന് വേറൊരു വിഷയം കൂടി നിങ്ങൾ കേട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ നടക്കുക ഇവൻ രാജി വെക്കുമ്പോഴേക്ക് ആ സ്ഥാനത്തിന് വേണ്ടിയിട്ട് 2-3 അടി. അത് നിങ്ങൾ കണ്ടിട്ടില്ല? എങ്ങനെയുണ്ട്? അതിന്റെ പുറമെ പാലക്കാട് KS പ്രസിഡന്റ് അങ്ങ് രാജിവെച്ചു പോലും. എന്നിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇന്നലെ മനസ്സിലാക്കണം. KS രാജിവെച്ചത് കോൺഗ്രസിന് എന്തായിപ്പോ ഇങ്ങനെ എത്ര രാജിവെച്ച് എത്ര എണ്ണം പോയി? കുളത്തുനിന്ന് ചന്തികയിലെ കുളത്തോട് ദേഷ്യം പിടിച്ചിട്ട് കുളത്തിന് വല്ല നഷ്ടമുണ്ടോ? മുട്ടേന്ന് പൊട്ടിയിട്ട് അപ്പോഴത്തേക്ക് ഗ്രൂപ്പ്, കോളേജിനകത്തും ഗ്രൂപ്പ്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ഒരു പാർട്ടി സ്നേഹിയാണെങ്കിൽ പാർട്ടിന്റെ ഐഡിയോളജിക്കൊപ്പം നിൽക്കും. മനസ്സിലായ? പാർട്ടിന്റെ പ്രത്യശാസ്ത്ര തത്വങ്ങളും അറിയാണെങ്കിൽ. അല്ലെങ്കിൽ കുറെ ഭക്തന്മാർ ഇതുപോലെ നേതാക്കന്മാരെ പറകിലങ്ങ് നടക്കും. എന്തെങ്കിലും കിട്ടുമായിട്ട് നക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോഴും പാർട്ടിനെ കുത്താൻ പാടില്ല. അത്ര തന്നെ, അത് തന്നെ. ഞാനതാ ചിന്തിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയങ്ങൾ ഇന്നലെ മുതൽ 48 മണിക്കൂർ മുമ്പേ സംഘപരിവാറിന്റെ ഒറ്റൊരു അതിപ്പോ അവര് ബാധിക്കും. അത് പണ്ട് നടന്നതല്ലേ, കോടതിയിൽ പോയതല്ലേ, തീർപ്പ് കൽപ്പിച്ചതല്ലേ, ഇതെല്ലാം ഇവര് പറയൂ. അതൊക്കെ അവരെ വാദം വെക്കട്ടെ. പക്ഷെ എങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഈ അങ്ങനെ രാഹുലിന്റെ ഇന്നലെ ഉണ്ടായ വിഷയമൊന്നുമല്ലല്ലോ ഇത്. രാഹുൽ പാർട്ടിക്ക് മുമ്പ് വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളല്ലേ. പിന്നെ അഗ്നിശുദ്ധി വരുത്തണം പാർട്ടിക്കാർ. ഞാൻ ചോദിക്കട്ടെ, പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയട്ടെ സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട്. ആരാ ഉള്ളത് ആരോപണം നേരിടാതെ? അല്ലേ? പണ്ട് സരിതന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾക്കറിയാം അന്തിച്ചർച്ചയിൽ എന്താ നടന്നെന്നുള്ള സെക്സ് ഫിലിം. നമ്മളെ കാലത്ത് ചെറുപ്പകാലത്ത് ഒരു ഫിലിം വരുമ്പോൾ ഏന്ന് ബോർഡ് വെക്കല. കാരണം അതിനകത്ത് അങ്ങനത്തെ ഉണ്ടാകുക ഇഷ്ടമുള്ള. അതിനെ വെല്ലുന്ന വിധത്തിൽ ഒരു സമൂഹത്തിന് ഒരു കുടുംബത്തിന് ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചർച്ചകൾ നടത്തി ഇവറ്റകളെ പേരും വെച്ചിട്ട്.
അന്ന് ഇവറ്റകൾക്ക് വേണ്ടിയിട്ട് വാദിച്ചതും തൊണ്ടപൊട്ടി സംസാരിച്ചതൊക്കെ എനിക്ക് ഉണ്ട് ദണ്ണോ ഇവറ്റകൾക്ക് വേണ്ടി വാദിച്ചത്. ഇപ്പം നോക്കുന്നത് അതൊക്കെ വെറും തെറ്റായിരുന്നു എന്നാ. കാരണം എന്താ, കൂട്ടത്തിലുള്ളവന് വന്നപ്പോൾ ഇവര് കണ്ടില്ലേ, അവരൊക്കെ വലിയ വിശുദ്ധന്മാരായി. എന്നിട്ട് അവനെ പരിശോധിക്കട്ടെ, അവനാക്കട്ടെ. ഇപ്പോഴും ഇനിയും പാർട്ടി നെയ്യാക്കി മുന്നോട്ട് പോകണ്ടെങ്കിൽ ഈ രാഹുൽ വിഷയത്തിന്റെ മുകളിൽ ഇങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഈ ഷാനിമോൾ ഉസ്മാനൊന്നും ഒരു മിനിറ്റ് പോലും ഇനി പാർട്ടിക്കകത്ത് വെച്ചിരിക്കാൻ പാടില്ല. തന്റെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലായോ, ഒരു ക്രെഡിബിലിറ്റിയും ഒരു പ്രിവിലേജും ഒരു ജനസ്വാധീനമില്ലാത്ത ഒരു സ്ത്രീയാണ്. കാരണം ഞങ്ങൾക്കറിയാം, ഒന്നാം രാഹുൽ വന്ന് ഫസ്റ്റ് വയനാട് മത്സരിക്കുമ്പോൾ കേരളത്തിൽ 19 സീറ്റും ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾക്ക് ഫിക്സ് ഷുവർ ജയിക്കും എന്ന് പറയുന്ന സീറ്റാണ് ഏത്, ആലപ്പുഴ. അവിടെയാ പരാജയപ്പെടുത്തിയ ജനങ്ങൾ. ചിന്തിക്കണം നിങ്ങൾ. അപ്പൊ എത്രമാത്രം ജനപിന്തുണ ഉണ്ട് ഈ സ്ത്രീക്ക് എന്നൊക്കെ അവിടെ മനസ്സിലാക്കിക്കൂടെ. അവരെ നാട്ടിൽ അവർ ജനിച്ചു വളർന്നതാണ് ഈ ആലപ്പുഴ ഈ പറയുന്ന സ്ത്രീ. ഞാൻ പണ്ട് ഇതുപോലെ തന്നെ ഈ സ്ത്രീ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ഈ 10 വർഷം മുമ്പുള്ള ഒരു ഇലക്ഷന്, അപ്പൊ കെ സുധാകരന്റെ ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ട് തലശ്ശേരിയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. ആര്? കെ സുധാകരൻ. ആ പ്രസംഗത്തിനകത്ത് പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയിട്ട് ജനങ്ങളോട് പറയാ, അവിടുത്തെ സഖാക്കളോട് അടക്കാൻ പറയുന്നത്. അത് പറയുമ്പോ എന്താ സുധാകരൻ പറഞ്ഞെന്നറിയോ? എന്താ പറയുന്നത്? ചെത്തുകാരന്റെ മകനായ പിണറായി വിജയൻ എങ്ങനെ ഈ കോടീശ്വരനായി എന്ന് സ്വാഭാവികമായിട്ട് നമ്മളും ചോദിക്കൂലേ? അതാ ചോദിച്ചത്. അതിനെ ചില മാധ്യമങ്ങൾ ഇങ്ങ് അടർത്തി കൊണ്ടുവന്നിട്ട് അവരെ പണിനെ പരിഹസിച്ച് ജാതി പറഞ്ഞെന്ന് പറയും. ജാതി പറഞ്ഞെന്ന് പറഞ്ഞു നോക്കുമ്പോ ഈ പൊട്ടന്മാർക്ക് അറിയണ്ടേ, രണ്ടുപേരും എന്താ പറയാ ദളിത് വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ എന്തോ ഒരു വിഭാഗമില്ലേ, ഒരേ ഇതിൽപ്പെട്ടതാ, അതിൽപ്പെട്ടതാ. അപ്പൊ ഇത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് പല കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇടയിലേക്കും ഈ മൈക്കും പിടിച്ച് തള്ളിക്കയറ്റിപ്പോയി. ആരും മറുപടി പറഞ്ഞില്ല. അവസാനം കിട്ടിയടാ ഇങ്ങനെ ഒരുത്തി ഉണ്ടല്ലോ, അത് ചോദിച്ചു നോക്കാം. അപ്പൊ ഇവള് ചാടിക്കയറ്റി അത് പറഞ്ഞത് തെറ്റല്ലേ, അതങ്ങനെ പറയാൻ പാടുണ്ടോ? ഇവള് എന്താ പ്രസംഗിച്ചെന്ന് പോലും കേട്ടിട്ടില്ല. കേൾക്കണോ? അങ്ങനത്തോളാണ് ഇവള്. ഇത് ഞാൻ 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് VS സുധീരൻ വന്ന്. VS സുധീരൻ ചെയ്ത തെറ്റ് വേറെ ഉണ്ട്, അതാണ് നിൽക്കട്ടെ. പക്ഷെ ഏറ്റവും കൂടുതൽ നിശിതമായിട്ട് വിമർശിച്ച KPCC പ്രസിഡന്റിനെ വിമർശിച്ചും ഈ സ്ത്രീയ. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ നമ്മൾ വിൽസന്റ് ഉണ്ടല്ലോ, കോവളത്തെ സീറ്റ് തിരിച്ചു പിടിച്ച ജമീല പ്രകാശത്തിനോട്. അപ്പൊ അന്ന് പിന്നീട് ഈ അപ്പൊ ആ മനുഷ്യൻ വെറും പാവാണ് ഈ വിൻസെന്റ് എന്ന് പറയുന്നത്. വലിയ സാമ്പത്തികമുള്ള ഭദ്രതയുള്ള കുടുംബത്തിൽ എനിക്കൊന്നും അദ്ദേഹത്തിന്റെ വീട് കണ്ടാൽ തന്നെ അറിയാം, മനസ്സിലാവും. വെറും പാവപ്പെട്ടവനാ. അപ്പൊ അങ്ങനെ അവർക്ക് തോന്നി ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നിയിട്ടില്ല. CPM ആണല്ലോ പാർട്ടി. അപ്പൊ അങ്ങനെ അതിന് തൊട്ടടുത്തുള്ള ഒരു മണ്ഡലത്തിലുള്ള ഒരു MLA അടക്കം ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ കള്ളക്കേസിൽ കുടുക്കിയത്. കള്ളക്കേസിൽ കുടുക്കിയെന്ന് മാത്രമല്ല, ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ട്? അന്ന് കണ്ടിട്ടില്ല? ഭീകരവാദിയെ കൊണ്ടുപോയെ ചോദ്യം ചെയ്യാൻ എന്നിട്ട് വിളിച്ച് വരുത്തിച്ചിട്ട് പിടിച്ചങ്ങ് കൊണ്ടുപോയി. എന്നിട്ടാണ് 12:50 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ സൗദി സമയം ഈ കൈരളി ഈ ന്യൂസ് സ്പോട്ട് ഔട്ട് ചെയ്യുന്നു. ഈ തള്ള ഉടനെ 1:10 ചാടി അങ്ങ് കയറി ഇതിനകത്ത്. എന്നിട്ട് എന്താ പറയുന്നറിയാ? രാജിവെക്കണം, ഞാൻ സോണിയക്ക് അങ്ങ് ഇമെയിൽ അയക്കും, ഞാൻ സോണിയനോട് ആവശ്യപ്പെടും. ആരാ പറയുന്നത്? കോൺഗ്രസിന്റെ കുത്തക സീറ്റ് എത്രയോ വട്ടം കൊടുത്തിട്ട് ജനങ്ങൾ തോൽപ്പിച്ച് അങ്ങ് വീട്ടിൽ കൊണ്ടേ ഇരുത്തി ഇവള് വന്നിട്ടാണ് ഇത് പറയുന്നത്. ഇവളേത് പറയൂ, അങ്ങോട്ട് ഇവളെ തന്നെ മാധ്യമങ്ങൾ വിളിക്കുന്നു. അന്നും ഞാനെന്തോട്ട് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഗണിച്ചതാ. ഒരു ബോധമുള്ള ജനങ്ങൾ ഇത് ചെയ്യോ? ഒരു വഴിപോക്കിലെ കൂടി ഒരു വീട്ടിൽ പോയിട്ട് ഒരു സ്ത്രീയെ മാനസിക രോഗാന്നോ അന്ന് പറഞ്ഞത്, ആ സ്ത്രീക്ക് എന്തോ മെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന 5 പ്രാവശ്യം അവരും പീഡിപ്പിച്ച് 5 പ്രാവശ്യം. ആരെങ്കിലും വിശ്വസിക്കോ ഇത്? എന്നിട്ട് അതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് തന്നെ 1/2 മണിക്കൂറിനുള്ളിൽ കയറ്റി ഇവള് വന്ന് ബിന്ദു കൃഷ്ണ അന്ത്യചർച്ചയിലേക്ക് ബിന്ദു കൃഷ്ണ വന്നു. എന്നിട്ട് ഓളും
എന്നാ ഈ നാടായ നാട് മുഴുവൻ വ്യഭിചരിച്ചിട്ടും പെണ്ണുങ്ങളും ഗർഭമുള്ള പെണ്ണുങ്ങളെ നാവിക്ക് ചവിട്ടിയിട്ടും പിന്നെ SFIയുടെ ASFന്റെ പെൺകുട്ടിയെ എന്താ പറയുക അച്ഛനില്ലാതെ കുഞ്ഞിനുണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ ഒരു സമരം നടത്തിക്കൂടാ? ഇവർക്ക് ശക്തമായിട്ടില്ല, അതിനെതിരെ പറയാനും കഴിയില്ല. ഒരു വല്ലാത്ത മാർഗങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു പോകുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നൊരു സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഒരു മതവും ജാതിയോ ഒന്നും പറയാതെ 55 വർഷക്കാലം നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ പോവാ. ഇപ്പൊ കഴിഞ്ഞ 2014 ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്ക് നിങ്ങൾ, രാജ്യത്ത് എന്താ നടക്കുന്നത്? ഇനി സ്റ്റേറ്റിനകത്ത് വർഗഫാസിസം നടക്കുന്നുണ്ട്. CPM ആണെന്ന് പേരെങ്കിലും ഭരിക്കുന്നതും നിലപാടും മുഴുവനും RSSനെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള നിലപാടുകളാ മുഴുവനത്. ഇപ്പൊ നോക്ക് നിങ്ങൾ, പാലക്കാട് സ്കൂളിൽ ബോംബ് പൊട്ടി, ഒരു അന്വേഷണവും ഇല്ല. നേരെ മറിച്ച് അത് വേറെ ഏതെങ്കിലും ഒരു പേര് കാരണം മുഹമ്മദിന്റെയോ ബോക്കറിന്റെയോ കയ്യിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഇവന്റെയൊക്കെ അങ്ങ് ഉഗാണ്ടയിൽ അങ്ങ് പലസ്തീനിലെ കൂടി കയറി അങ്ങ് എന്താ പറയാ പാകിസ്ഥാനിലെ കൂടി വന്ന് എന്നിട്ട് ഇങ്ങ് അഫ്ഗാനിസ്ഥാനിലെ കൂടി കയറി ഇങ്ങ് വന്നിട്ട് ഇവിടെ അന്വേഷിക്കുമെന്ന് പറയൂലായിരുന്നോ? സംഖ്യ ഭരിക്കുന്നതല്ലല്ലോ, പേര് CPM അല്ലേ ഭരിക്കുന്നത്. ഇതിലെത്രയോ ഭേദമല്ലേ ഇവിടുത്തെ യോഗി. ഒന്നുമില്ലെങ്കിൽ ആളെ കണ്ണി പൊടിയിടാണെങ്കിൽ ചെറിയൊരു അന്വേഷണം കൂടെ ആളെ വെക്കൂ. ക്രൈം കുറ്റങ്ങൾ മറ്റൊരാളെ വേല ചുമത്തുന്നുണ്ടെങ്കിൽ പോലും തൽക്കാലം അങ്ങനെ ഇത് അതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇത് നമ്മൾ ഈ സത്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അന്ധമായ രാഷ്ട്രീയ വിരോധം എന്നാ പറയാം. നമ്മൾ നല്ല ചെയ്താൽ നല്ലത് തന്നെ പറയാം. അത് മോഡി ചെയ്താലും പറയും ഞങ്ങനെ നല്ല തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ചെറ്റത്തം ചെയ്താൽ അത് അങ്ങനെ തന്നെ പറയും. അത് സ്വന്തം പാർട്ടിക്കാർ ചെയ്താലും പറയും. നമുക്കിതിനെ കൊണ്ട് വലിയ നേട്ടങ്ങളോ നമ്മളിതിനെ കൊണ്ട് കഞ്ഞി കുടിക്കുന്നവരൊന്നുമല്ല. ഏതൊക്കെ വിഷയത്തിന്റെ മുകളിൽ ജനങ്ങളെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ട് രാജ്യം മുഴുവൻ. എന്നിട്ട് അതിനെതിരെ ആർക്കും പ്രതിഷേധമില്ല, ഒരു ഒലക്കയും വേണ്ട. 300 രൂപയ്ക്ക് ഗ്യാസ് കൊടുത്തപ്പോൾ അത് 320 ആക്കി മൻമോഹൻ സിംഗ്. ഉടനെ ഇവന്റെ ഒക്കെ മറ്റേ സാമാനം പറപ്പിച്ചിട്ട് കപ്പ കൂട്ടിയിട്ടൊക്കെ അങ്ങ് സമരം ചെയ്യുന്നതാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല നിങ്ങൾ? ഇപ്പൊ 1000 രൂപ 1200 ആക്കിയിട്ട് ഇവർക്ക് കപ്പയും ഇല്ല കേങ്ങും ഇല്ല, എവിടെയും കിട്ടുന്നില്ല ഇപ്പം കപ്പ. ആ സബ്സിഡി അണ്ണാക്കിലൊക്കെ അടിച്ചു കയറ്റി, അണ്ണാക്കിലൊക്കെ അതൊക്കെ നിർത്തി. ആ കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയൂ. ലോകത്തിലെ തന്നെ എന്താ സാമ്പത്തിക മാധ്യമമായിട്ട് പിടിച്ചു കുലുക്കിട്ട് എന്തിനേറെ പറയും ദുബായ് പോലും തകർത്തടിച്ച സമയത്ത് ഇന്ത്യ രാജ്യത്തിന് ഒരു പോറൽ പോലും പറ്റില്ല. അത് ആരെ കഴിവാന്നറിയാം? മൻമോഹൻ സിംഗ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു രാജ്യം ഇന്ത്യ. ആർക്കും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? എന്നിട്ട് പറയും വികസനങ്ങ് ബിരിയങ്ങ് ഉഞ്ചങ്ങ് കുതിച്ചു പോലെ. ഇവിടെ കുതിച്ച് ചാണകത്തിൽ കുതിച്ച് ദേശീയ തലത്തിൽ. ഇവിടെ ചാണകത്തിന്റെ ബാക്കി കോരിയിട്ടുള്ള മൂത്രത്തും കൊണ്ട് ഇവിടെയും കുതിച്ച് ഗോമൂത്രം കൊണ്ട് കേരളം. ഉളുപ്പില്ലാത്ത കുറെ ഭാഗം. എന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുക കുറെ എണ്ണം ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പം പറഞ്ഞു പോകുന്നതാ. പറയണ്ട 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 എന്ന് വെക്കും. പക്ഷെ ഈ സ്വന്തം കൂട്ടത്തിലുള്ള കുതികാല് വെട്ടുമ്പോൾ മനസ്സിലായ ഓരോരുത്തരുടെ നിസ്സാവസ്ഥ ഉണ്ടല്ലോ, അത് കാണുമ്പം പറഞ്ഞു പോകുന്നതാ. അല്ലെങ്കിൽ ഇതാര് പറയാൻ നിൽക്കുന്നു? എല്ലാം കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് 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 ഏത് ചകുത്താനായിട്ട് കൂട്ടുകൂടിയിട്ടെങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ നാറിയ പാർട്ടിന്റെ ആൾക്കാർ വന്നിട്ട് വരിക BJP വളർത്തിയ കോൺഗ്രസ്, BJP വളർത്തിയ കോൺഗ്രസ്. എന്തെങ്കിലും അറിയാമോ വീട്ടുകൾക്ക്? 82 2 സീറ്റാ BJPക്ക് ഉണ്ടായത്. അവിടെ നിന്ന് 86 എത്തി. രണ്ടാമത്തെ ഇലക്ഷനിലേക്ക് ഇവർ പിന്തുണ കൊടുത്തിട്ട് BJP 2 സീറ്റാ BJP അധികാരത്തിൽ പങ്കാളിയാക്കി. പകുതിക്ക് വെച്ചിട്ട് അത് പിൻവലിച്ച്. അതിന് പേര് പറയും ബാബരി മസ്ജിദിന്റെ രഥയാത്ര കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മതേതരത്വം കാക്കാൻ വേണ്ടി അങ്ങ് പിൻവലിച്ചതാന്ന് പറഞ്ഞു. ഈ നാളുകൾക്ക് തുടക്കത്തിലെ കേട്ടാണ്ടെന്നാ പറയുന്ന പിന്നെ പിൻവലിക്കാൻ നിൽക്കണം. ഇത് ജനങ്ങളെ കബളിപ്പിക്കുക. എന്നിട്ട് അത് വിശ്വസിക്കാൻ വേണ്ടി കുറെ പൊട്ടം മാറും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയത അത് ഉണ്ടാക്കി വെച്ച് എന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടി കുറെ എണ്ണവും വരും. എന്നിട്ട് ഇപ്പോഴും കോൺഗ്രസിന്റെ വെള്ളിയിലേക്ക്. കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തില്ല, സ്റ്റേറ്റിലും അധികാരത്തില്ല. എന്നാൽ ഈ തെമ്മാടി പാർട്ടികളായി 2 എണ്ണം ചെയ്തു വെക്കുന്ന മുഴുവൻ പാപമാരും കോൺഗ്രസ് ഈ അധികാരത്തിലാണ് കോൺഗ്രസിന്റെ പേരിലേക്ക് ഇങ്ങനെ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടത്തിലുള്ള കുതികാലം വിട്ടാൽ ഞങ്ങളെ നേതാക്കന്മാർ
എങ്ങനെയുണ്ട്? പിന്നെ ഇതേടെ എങ്ങനെ വളരണ്ടേ? പിന്നെ ആ പാവത്തിനെ കഷ്ടപ്പെടേണ്ട ആവശ്യം എന്ത്? അതാ ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഒരു വർഗങ്ങൾ അത്ഭുതപ്പെടുത്തി എനിക്ക് ഒരേ കാര്യം. ഞാനിങ്ങനെ മിനിയാന്ന് മുതൽ ഈ വിഷയം ഉണ്ടായ മുതൽ അനിൽകുമാർ ഞാനിതിങ്ങനെ ആലോചിക്കുക. അത് നമുക്കെന്താ അതിൻ്റെ ഗൗരവവും ബുദ്ധിമുട്ടും മനസ്സിലാവാത്തത്? നമ്മളെ നേരിട്ട് ബാധിക്കുന്നില്ലല്ലോ. ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തളിയെ കാണാൻ നല്ലൊരു ശരി എന്നല്ലേ ഒരു പഴമൊഴി തന്നെ. അത് നമ്മളെ നേരിട്ട് ബാധിക്കാത്ത കാലത്തോളം നമുക്കത് വിഷയമല്ല. പക്ഷെ അനുഭവിക്കുന്നവൻ്റെ വേദനകൾ ഒന്നും പോട്ടെ. ഞാനിപ്പോഴാ രാഹുലിൻ്റെ അമ്മൻ്റെ അവസ്ഥയായി ചിന്തിക്കരുത്. എന്താ നൊന്ത് പ്രസവിച്ച ഒരു അമ്മയല്ലേ? ചെയ്ത കുറ്റമാണെങ്കിൽ അത് അങ്ങനെയെങ്കിലും സമാധാനിക്കായ അമ്മക്ക് അതുമില്ലല്ലോ. എന്നാൽ അമ്മനോട് പറഞ്ഞാ നിങ്ങളെ മോൻ ചെയ്ത പരാതി ഇങ്ങനെ തന്നിട്ടുണ്ട്, അപ്പം നമുക്കതിന് ആക്ഷൻ എടുക്കേണ്ടി വരും എന്നെങ്കിലും പറയാമല്ലോ നമുക്ക്. അതൊന്നുമില്ല. ശൂന്യത്തിൽ നിന്നുണ്ടാക്കി ഏതോ ഫെമിനിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് 2 വോയിസ് ഇടിയിപ്പിച്ച് പിന്നെ 2 ചാനൽ, എന്നിട്ട് അവർ പോലും പറയുന്നില്ല നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളെ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അവർക്കും പ്രശ്നമില്ലല്ലോ. അവരും പറയുന്നത് ഇപ്പോഴും നല്ല സുഹൃത്താന്നാ പറയുന്നത്. അപ്പം അങ്ങനെ മോശക്കാരനാണെങ്കിൽ ഇപ്പം സുഹൃത്താവൂലോ? ആവുമോ? അനിൽകുമാറെ? അപ്പം ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി അവനവനുണ്ടാക്കിയാൽ പോരെ? എന്തിനാ മറ്റൊരാൾ വാക്ക് കേൾക്കുന്നത്? മലയാളം അറിയുന്ന കേൾക്കുന്ന ചെവിട് പൊട്ടന്മാരല്ലെങ്കിൽ ഇത് വാർത്തകളിലും ഈ സ്ത്രീകളടക്കം പറയുന്ന ബെയ്റ്റും കാര്യങ്ങളും അങ്ങനെ തന്നെ അവിടെ ഉണ്ട് ഇല്ലേ? അങ്ങനെ ഫേമസ് ആണ് ചിലതിന് ഫേമസ് ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ കോലും പിടിച്ചു പോകും. ഇപ്പൊ ആരും അറിയാത്ത എന്താ പറയാ ആ സിനിമാ നടി ആ പെണ്ണിന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ? ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? മലയാളികൾ അവിടെ ഉണ്ടോ? അവിടെ എല്ലാം അറിഞ്ഞില്ലേ? അവർക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. അതാ ഇന്നത്തെ ചിരിച്ച് ഉല്ലസിച്ചിട്ട് എന്താ ഹാപ്പി. എന്നിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പൊ ഓളയല്ല ബേഡിക്ക് പായസം കുറിച്ച് പോകുന്നത്. ഞാൻ ആ പായസം കുറിച്ച് വരിവരിയായി പോട്. പണ്ട് ഉമ്മൻചാണ്ടിക്ക് ഇതുപോലെ ആലോചന കേസറ്റ് എടുക്കാൻ വേണ്ടി പോയി കോയമ്പത്തൂർ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വണ്ടി വരിയായിട്ട് ജാഥയായിട്ട് അവസാനം അവിടെ പോയേക്കുമ്പോൾ ആ വിജു രാധാകൃഷ്ണന്റെ കറുത്ത കുണ്ടി കണ്ടു എന്നല്ലാണ്ട് മടങ്ങി കയറുന്ന വേറെ കണ്ട് എങ്ങനത്തോട്ടോ? ഇതാ ഞങ്ങൾ ഇവിടെ എത്തി, ഇതാ പാലക്കാട് വിട്ടു, ഇതാ അപ്പുറം വിട്ടു, ഇതാ കുടിലേക്ക് എത്താ, ഇതാ മണങ്ങുന്നു കയറുന്നു ഈ സാമാനം പിടിച്ചിട്ട് ഇതേ അവസ്ഥ തന്നെ. ഇതേ ഓട്ടം തന്നെ ഇപ്പൊ ഓടുന്നു. അതാ പറയുന്നത് എത്ര മട്ടോ. അതാ ഞാൻ പറയാം. അന്നായി ഓടിച്ച രാഹുലിന്റെ ആ രംഗം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സാക്ഷിയുള്ളവരെപ്പാടും ഇനി എത്രയായിക്കോട്ടെ ഒരു ലേശം മനസ്സിനകത്ത് ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ മൃഗത്തിനോടാവട്ടെ ഒരു അല്പം കുറച്ചൊരു വേദന ഉണ്ടായിരുന്ന ഹൃദയമാണെങ്കിൽ അന്ന് തള്ളി പറയൂല. പക്ഷെ ഞാൻ അന്നേരം മനസ്സിലാക്കിയത് ഈ ക്രൂര മനസ്സിന് ഒട്ടമിയായതാന്ന് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഞാൻ ചിന്തിച്ചു പോയി. മനസ്സിലായ? അത്ര മാത്രം. ഇപ്പൊ ഞാനിതൊക്കെ പറയുന്നെങ്കിൽ നമുക്കൊരു പൂച്ചനെ പോലും ചൊട്ടാൻ കഴിയില്ല. അതെ തിരിച്ച് വീട്ടിലെത്തും. ഇങ്ങനെ സംസാരിക്കാൻ ലൈവ് കൊടുക്കണോ? സംസാരിക്കാൻ പോയാ ഓർഡർ. പിന്നീട് ആരാ മൊബൈലിൽ പിടിച്ചിട്ട് ചാനലാകുമ്പോ ഇവന്റെ വണ്ടിയുടെ ഓർഡർ ഇവരേതോ വഴി തെറ്റി ഇപ്പോൾ കുറുക്കി വീട്ടിലേക്ക് തന്നെ വന്നു. അവര് വെറുതെയാ റോഡ് മേലെ അവന് പുറകെ ഓർഡർ വണ്ടിയില. അപ്പൊ അതിൽപ്പെട്ടവരാ ഇവിടെ ഇങ്ങനെ. അതാ ചില സമയം ടെൻഷൻ അടിക്കുമ്പോ ഈ വാർത്താ മാധ്യമങ്ങൾ വാർത്ത കേട്ടാ മതി. ഇവറ്റകളെ കളിയും ഇവറ്റകളെ അവതരിപ്പിക്കുന്നതൊക്കെ. പിന്നെ ഈ ലൈംഗിക ദാരിദ്ര്യം ഇങ്ങനെ പറയുന്നതിലും ഭേദം കേൾക്കുന്നതിലും ഭേദം ഫോൺ സെറ്റിൽ പോയാൽ മതി ഇത്തരം ആഗ്രഹമുള്ളവർക്ക്. ഇപ്പൊ എന്തെല്ലാം സജ്ജീകരണങ്ങളുണ്ട്. ഇത് മറ്റൊരുത്തന്റെ വീട്ടിൽ നുഴഞ്ഞു കഴിച്ച് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല അവരുടെ രാഹുലിന്റെ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെയുണ്ട് അതെന്തിനാ നമ്മൾ നോക്കേണ്ട ആവശ്യമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടോ? അല്ലെങ്കിൽ പാർട്ടിയിൽ സ്ഥാനങ്ങളും MLA ആയതിന്റെ ശേഷമാണോ ഇത്രയും ക്രൈം ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് അതിനു മുമ്പ് പിന്നെ വേറൊരു പ്രശ്നം കണ്ടിട്ടുണ്ട്. പിന്നെ ഏതോ കമന്റോളികൾ കേട്ട് ഏതോ കോൺഗ്രസിന്റെ മുൻ MPന്റെ പിന്നെ എന്തോ അങ്ങനെയാക്കിയത് കൊണ്ടാ. എടാ അങ്ങനെയാണെങ്കിൽ ഈ മത്സരിപ്പിക്കുന്നതിന് മുമ്പ് എന്താ ഇവനിക്ക് അറിഞ്ഞുകൂടാ? ഈ കോൺഗ്രസിന്റെ MP ഇത്ര മന്ദബുദ്ധിയാ ആര്യാന്ന് എനിക്കറിയില്ല. അങ്ങനെ കമന്റ് കണ്ട് അങ്ങനെയാണെങ്കിൽ ഇവ ഈ മണ്ഡലം പിടിച്ചിട്ടാണോ MP ആക്കിയത്? ഇവനാണോ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പാർലമെന്റിലേക്ക് അയച്ചു സ്വന്തം മകളെ സംരക്ഷിക്കാൻ കഴിയാത്തവന്? അറിയോ?
ഇത് ആരോടായി പറയുന്നത്? ഇപ്പൊ ഞാൻ എന്റെ മകളെ എന്റെ കുടുംബത്തിനെ സംരക്ഷിക്കാതെ കഴിയാതെ ഞാൻ നാട്ടുകാരെ നന്നാക്കാൻ നടന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ആദ്യം എന്റെ കുടുംബത്തിന് ഞാൻ സ്റ്റഡിയാക്കി വെക്കണ്ടേ? ഇനി എങ്ങനെയെങ്കിലും എന്റെ കുടുംബത്തിൽ അത്രയും വിശ്വാസമായി കയറ്റിയിട്ട് അവൻ എന്തെങ്കിലും ചെറ്റത്തരം ചെയ്തില്ലെങ്കിൽ സ്പോട്ടിൽ മുഖത്ത് അടിച്ച് പൊട്ടിക്കണ്ടേ? ജനങ്ങളുടെ മുമ്പിലേക്ക് ആ സ്പോട്ടിൽ വിട്ടുകൊടുക്കണ്ടേ? എത്ര വലിയ കൊമ്പനായാലും ഈ ഒരു മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ. അല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ വന്നിട്ട് എന്തെങ്കിലും വേറെ വിദ്വേഷം ഉണ്ടെങ്കിൽ ഇല്ലാതെ കഥകൾ ഉണ്ടാക്കിയിട്ട് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം മറ്റേ സെപ്റ്റിക് ടാങ്കാ നിങ്ങൾ ഭക്ഷിക്കുന്നത്? കഥയങ്ങ് ഉണ്ടാക്കിയെടുക്കുകയല്ലേ, ആര് വിശ്വസിക്കാനാ? ഒരാഴ്ച കൊണ്ട് എല്ലാ ദിവസവും പോയിപ്പോ അതിന്റെ ആള് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ അതേ എല്ലാം ഉള്ളു ലൈവിൽ നിർത്തിക്കൊണ്ടിരിക്കുക. അതാ പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല. ഇതിനൊക്കെ കാലം മറുപടി പറയട്ടെ. എല്ലാരും മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമല്ലോ. ആ അമ്മന്റെയൊക്കെ മനമൊരുച്ചിട്ടുള്ള പ്രാർത്ഥനയുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ ക്രൂശിച്ചവനാ. സത്യമല്ല എങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെയൊക്കെ പാപഭാരങ്ങൾ ഇവൻ അനുഭവിക്കാണ്ടൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോകില്ല. അത് കർമ്മ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു സത്യമുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിന്. അതിന്റെ ഒരു സത്യത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇതാ മൊട്ടക്ക് വന്നിട്ട് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇന്ന് വന്നല്ലോ. നാളെ നോക്കട്ടെ എത്ര കോൺഗ്രസ്സുകാർ അതും പൊക്കി പിടിച്ച് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ബാക്കിയൊന്ന് അതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. ഈ ആവേശം കാണിക്കുന്നുണ്ടോ നോക്കാം മൊട്ടക്കെതിരെ പറയാൻ. ഈ മൊട്ടയാണല്ലോ ഇത് വെച്ച് ഉണ്ടാക്കിയത്. ഇപ്പം രാഹുലിനെതിരെ കൊമ്പെടുക്കാൻ വേണ്ടി വന്ന കുറെ മഹിളത്തിന്റെ മണികളൊക്കെ ഉണ്ടല്ലോ. നടക്കാൻ കഴിയില്ല, ഭയപ്പാടാണ്, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച കുറെ ഉണ്ടല്ലോ. അപ്പൊ അതേ നിലപാടാണോ മൊട്ടന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ബാക്കി അന്തരം പറയാൻ. ഓക്കെ.